സ്ഥിരമായിട്ട് ഏതോ ഒരു പ്രത്യേക ദിവസം മാളിയപ്പുറം ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകളിലത്തെ നിലയിൽ ടെറസിൽ ഇവിടെ മഹഫിലുണ്ടാവും. അതിന് മാളിയപ്പുറത്ത് പാട്ടെന്നാ പറയാൻ തോന്നുന്നു, അങ്ങനെ തോന്നുന്നു. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ പാട്ട് പാടാൻ അറിയാവുന്നവരും അല്ലാത്തവരും ഒക്കെ കയറിയെന്ന് പാടും. അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനും പാടേണ്ടി വരും. പാട്ട് അറിയാവുന്നവർക്കും അറിയാവുന്നവർക്കും അല്ല, നമുക്കൊക്കെ നന്നായിട്ട് പാടാൻ കഴിയും. പാട്ടുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കലാകാരന്മാരിൽ ഒരാളാണ്. പാട്ടിനെ കുറിച്ച് ബാബുക്കയുടെ ഡീറ്റെയിൽസ് ചിലപ്പോ ക്വിസ് നടത്തിയ ചിലപ്പോ സിദ്ദിഖും ഞാനും ഒക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടെന്നിരിക്കും. ചിലപ്പോൾ ഞാൻ പലപ്പോഴും സിദ്ദിഖിനോടാണ് സംശയം ചോദിക്കുന്നത്. ഇതില് ബാബുക്ക എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ മനസ്സിലുള്ള ബാബുരാജ്, മ്യൂസിക് ഡയറക്ടർ ബാബുരാജ്. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് കാലം ആദ്യമായിട്ട് ഇപ്പൊ നമ്മുടെ സിനിമകൾ മുഴുവൻ പാട്ട് ഹിന്ദി പാട്ടിന്റെയും തമിഴ് പാട്ടിന്റെയും ഒക്കെ പാട്ട് അനുകരണങ്ങളായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ കോപ്പിയായിരുന്നു. അതുപോലെ തന്നെ ട്യൂൺ ഇട്ടിട്ട് പാടുകയായിരുന്നു പണ്ട് സിനിമയിൽ. ഇലക്കൂല അതിൽ ഏതൊരു പാടും എനിക്ക് ഉറപ്പില്ല. രാഘവൻ മാസ്റ്ററാണ് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നതാണ് എന്റെ ഓർമ്മ. ശരിയാണെന്ന് എനിക്കറിയാം. അതുവരെ മുഴുവൻ ഇവരൊക്കെ പാരഡി ചെയ്യുമ്പോൾ എഴുതും. അതിനുശേഷം അപ്പൊ അതാണ് ആ കൂട്ടത്തിൽ അതിനുശേഷവും അതേ സമയത്തുള്ള അവരുടെ സമകാലികനായിട്ടാണ് ബാബുരാജ് വരുന്നത്. അവരതിന് വലിയ ഹിസ്റ്ററി ഉണ്ട്. മലയാളിയല്ല, അതിന് പേര് ശരിക്കുള്ള വേറെ എന്തോ സിദ്ദീഖ് എന്നോ അങ്ങനെ എന്തൊരു പേരാണ്. കൽക്കട്ടയിൽ നിന്നാണ് കൽക്കട്ടയിൽ നിന്ന് അവിടെ നിന്ന് വന്ന അദ്ദേഹത്തിന്റെ ഫാദർ അങ്ങനെ വന്ന് ഇവിടെ നാട്ടിലൊക്കെ പാട്ടുപാടി നടന്നിട്ട് പിന്നെ ഇങ്ങനെ മ്യൂസിക് ഡയറക്ടറായി വന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിലെ മെഹബൂബ് അങ്ങനെയായിരുന്നു. ബാബുരാജ് പാട്ടുകാരനായിരുന്നു, പിന്നെയാണ് മ്യൂസിക് ഡയറക്ടർ. ബാബുരാജിന് കൂടുതലും മലയാള സിനിമയിൽ നമുക്ക് കേൾക്കാൻ തുടങ്ങിയ ഹിന്ദുസ്ഥാനി സംഗീതം ഒരുപക്ഷെ ബാബുരാജിന്റെ ആണ് ആരംഭം. ഒരുപാട് പാട്ടുകൾ ഹിന്ദുസ്ഥാനി സംഗീതമാണ്. നമ്മൾ ആ ട്യൂണുകൾ വേറെ നമ്മുടെ ക്ലാസിക്കൽ നമ്മുടെ ഒരു ശാസ്ത്രീയ കർണാടക മ്യൂസിക്കുമായിട്ടുള്ള ബന്ധങ്ങളില്ല, ഇവിടുത്തെ പാട്ടുകളുമായിട്ടും ഇല്ല. ഈ ബാബുക്കയുടെ പാട്ടുകളുടെ ഫീൽ എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്ത ഒരു ഫീലാണ്. ഹിന്ദുസ്ഥാനി സംഗീതം എന്ന് പറയുമ്പം അത് മലയാളത്തിലേക്ക് പറിച്ച് നട്ടപ്പോൾ ഉള്ള ഫീലിംഗ് ചിലപ്പോൾ വെയിലറിയാതെ മഴയറിയാതെ വർഷങ്ങൾ പോകുവതറിയാതെ ദേവദാരും തണലിലുറങ്ങും താപസകന്യകനീ സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി പാട്ടിലേക്ക് ബാബുരാജ് തന്നെ പാടിയ ഹാർമോണിയത്തിലെ പാട്ടിൽ കേട്ടു. അയ്യോ എന്തോരം സ്വര സ്ഥാനങ്ങളാ പാടി വിടുന്നത്. അതെ 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 അത് റോയാണ് ബാബുക്ക വോയിസ് കോൺഷ്യസ് അല്ല പുള്ളിയുടെ ശബ്ദം. പുള്ളി ഒരുപാട് സിനിമ പാടിയിട്ടുണ്ട്. അട്ടെപ്പോട്ടെ ഈരിക്കട്ടെ ലൈല എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുണ്ട്. ഈ കോമ്പിനേഷൻ നല്ലതായി. ബാബുക്ക പാടിയ കെട്ടിപ്പീടിച്ചു കരയുന്ന പെണ്ണെ കെട്ടിപ്പീടിച്ചു കരയുന്ന പെണ്ണെ മലർമണം മാഞ്ഞില്ല മധുവീതു തീർന്നില്ല മണവാളനങ്ങോ മറഞ്ഞു പോയി മരണത്തിൻ മണിയേറ അതാണ് ബുദ്ധി. മരണത്തിൻ മണിയേറ തന്നിലേക്കല്ലാഹു മാരനെ മാത്രം മടക്കി വിളിച്ചു. സിദ്ദിഖേ, അതേപോലെ എനിക്ക് രാഗങ്ങളെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. എന്നാൽ പോലും ആർക്കുമില്ല. എന്നാൽ പോലും ഈ ഒരു രാഗത്തിൽ തന്നെ പരസ്പരം കോപ്പി അടിക്കാതെ ഡയറക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഹിന്ദിയിൽ എനിക്ക് തോന്നുന്നു എസ് ഡി ബർമൻ ആണെന്ന് തോന്നുന്നു. ഈ പാട്ട് ഞാൻ പാടുമ്പോൾ മലയാളത്തിൽ അതിന്റെ പാട്ട് സിദ്ദിഖിന് പറയാൻ കഴിയും, നമുക്കും പറയാൻ കഴിയും. എന്നാലും പറയാൻ പറ്റും.
കിട്ടി. അതെ, correct, correct, correct. അത് പാടിക്കോ ആദ്യം. അത് വേറെ പാട്ടുണ്ട്. അല്ലാതെ മണ്ണാടിയുടെ വേറെ പാട്ടുണ്ടല്ലോ. ഒരുപാട് പാട്ടുകൾ ചൂട് പിടിച്ചിട്ട് അങ്ങനെ പലതും വന്നിട്ടുണ്ട്. ഭജനം രൂപമായി ഉണ്ടായി സിനിമയിൽ ആരാ പാടി അഭിനയിക്കുന്നത്? വയലാർ രാമോഹൻ. പുതിയ ആപ്പാട് സ്ത്രീ വന്നൊരു കൊറേ നേരം ഒരു പാട്ടിന്റെ ഒരു ഇതിലേക്ക് വന്നില്ല. കുറച്ച് പാട്ട് അത് ഓളമുള്ള പാട്ട്. ഇത് തട്ടാൻ പറ്റും. അപ്പൊ സിദ്ദിഖ് ഒരു ഓളമുള്ള പാട്ട്. ബാബുരാജിന്റെ കാര്യം അത് ബെസ്റ്റ് ബെസ്റ്റ്. ബാബുരാജിന്റെ കാര്യം പറയുമ്പോ ഈ ബാബുരാജിന്റെ കാര്യമാണ്. അല്ല, നമുക്കൊരു ഓളം വേണമെന്നാ ഓളമുള്ള പാട്ട് പാടാം. ഓളമുള്ള പാട്ട്. മറ്റേ സാധനം തുടങ്ങും നമ്മുടെ ശരി. അല്ല, അതിനു മുമ്പ് വിരലൊന്നും. ഓക്കെ, ഇത് ശരിക്കും ഫീമെയിൽ സോങ് ആണ്. പീലിയിലെ പാടിയ പാട്ടാണ്. ഡോക്ടർ എന്ന് പറഞ്ഞ സിനിമയുടെ പാട്ട്. അതിലുണ്ടൊരു ക്വിസ്. അതിലൊരു കിസ് ഉണ്ട്, നമുക്ക് പറയും. അല്ല, പാട്ട് പാടും. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ ആനന്ദമാകുകയിൽ ഞാനറിഞ്ഞാടും ഗാനം നിർത്തരുതേ, ഞങ്ങളുടെ ഗാനം നിർത്തരുതേ. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ ആനന്ദമാകുകയിൽ ഞാനറിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. കാറ്റൊന്നടിച്ചാൽ കൈകൊട്ടി തുള്ളുന്ന കടലിത്തൈ വാഴകളേ, കടലിത്തൈ വാഴകളേ. കൈകൊട്ടടിച്ചാൽ കൈകൊട്ടി തുള്ളുന്ന കടലിത്തൈ വാഴകളേ, കടലിത്തൈ വാഴകളേ. മഴയൊന്നും വീണാൽ കളിയാട്ടം നിർത്തി പതിക്കരുതേ, പതിവരൊന്നും മണ്ണിൽ പതിക്കരുതേ. മഴയൊന്നും വീണാൽ കളിയാട്ടം നിർത്തി മണ്ണിൽ പതിക്കരുതേ, പതിവരൊന്നും മണ്ണിൽ പതിക്കരുതേ. വെള്ളിമുളം കാടുകൾ വെള്ളലം പാടിവർ പെണ്ണലേ, പെണ്ണലേ. അല്ലിമലക്കാവുകളിൽ വള്ളികളിൽ ഉയരാൻ പെണ്ണലേ, പെണ്ണലേ. വെള്ളിമുളം കാടുകളിൽ വെള്ളലം പാടിവർ പെണ്ണലേ, പെണ്ണലേ. അല്ലിമലക്കാവുകളിൽ വള്ളികളിൽ ഉയരാൻ പെണ്ണലേ, പെണ്ണലേ. ഇനി ആള് ബാബക്കടെ ഇതില്ല ഹരമുള്ള പാട്ടുകൾ വേണമെന്നുള്ള സത്യം മാഷ് പാലാട്ട് കോമനിൽ പാടിയ ഒരു ഗംഭീര പാട്ടുണ്ട് ബാബുക്കൻ. മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപീലി കണ്ണ് മാമ്പുള്ളി ചോണന്ന് മെയ്യാസകല പൊണ്ണ്. മനസ്സിനകത്തൊരു പെണ്ണ് മയിൽപീലി കണ്ണ് മാമ്പുള്ളി ചോണന്ന് മെയ്യാസകല പൊണ്ണ്. മനസ്സിനകത്തൊരു പെണ്ണ്. അത് മാപ്പിളപ്പാട്ടായിപ്പോയി. പാട്ടില് ഡോക്ടറിലാണ്. അതെ, ഡോക്ടർ. സത്യനാണ് ഹീറോ. സത്യനാണ് ഹീറോ. പക്ഷെ ഡോക്ടർ നാടകത്തിൽ ഉമ്മറാണ് ഹീറോ. അതെ, അതെ. അതിനകത്ത് ഈ പാട്ടുപാടി അഭിനയിക്കുന്നത് ശാന്തി എന്ന് പറയുന്നത് വളരെ പ്രഗത്ഭരായ ഒരു നടിയാണ്. ഇപ്പുറത്ത് വീണ വായിക്കുന്ന അവരുടെ കാമുകനുണ്ട്. ആ കാമുകനായിട്ട് അഭിനയിക്കുന്ന നടൻ നമുക്ക് വളരെ അടുത്തറിയാവുന്നതാണ്. മലയാളത്തിൽ ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുള്ള നടന്റെ അച്ഛനാണ്. പക്ഷെ
ആ ഛായ ഈ നടന്റെ മകനുണ്ട്, അതെ, കൃത്യമായിട്ട് അതുപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. മുകേഷ്. മുകേഷിന്റെ അച്ഛനാണ് ഓമാധവൻ. ഓമാധവനാണ് ആ സീരിയൽ അഭിനയിച്ചിട്ടുള്ളത്. ഓമാധവൻ സാർ ഇപ്പൊ ഇല്ല, നമ്മളോടൊപ്പം ഇല്ല. അപ്പൊ ഓമാധവൻ സാറിന്റെ അതേ ഛായയാണ് മുകേഷിന്റെ മകന് ശ്രാവൺ. അതെ അതെ, ഇതില് എല്ലാ പാട്ടുകളും ഹിറ്റാണ്. ദേവരാമാഷല്ലേ? ആ സത്യനും ശീലയും കൂടെയുള്ള പാട്ട്. അതെ 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 അതെ. കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ 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 അക്കരെ. കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ 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 അക്കരെ. വേറെ പാട്ടുണ്ടോ? ഇനി ചില ഇൻഫർമേഷൻ ഇതിനകത്തുള്ള വേറെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്. മുഴുവൻ പാടാൻ പറ്റില്ല, അത്ര ടഫായിട്ടുള്ള സോങ്. കിനാവിന്റെ കുഴിമാടത്തിൽ നിലാവത്ത് നിൽപ്പോളേ, ആ പാട്ട്. പക്ഷെ വേറൊരു പാട്ട് എല്ലാവർക്കും അറിയാം, വേണമെങ്കിൽ ശ്രദ്ധിക്കുന്നത് നന്നായിട്ട് പാടാം. വണ്ടി വണ്ടി നിന്നെ വണ്ടി വണ്ടി നിന്നെ പോലെ വയറിലേക്കും കയ്യാണ് തെണ്ടി നടന്ന രണ്ടുപേർക്കും കയ്യിൽ വരുന്നത് കായാണേ കായാണേ. വണ്ടി 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 നിന്നെ പോലെ വയറിലേക്കും തീയാണ് തെണ്ടി നടന്ന രണ്ടുപേർക്കും കയ്യിൽ വരുന്നത് കായാണേ കായാണേ. വണ്ടി എന്താ പറയുക, ഈ പറഞ്ഞ പോലെ മെഹഫിൽ നിന്ന് വന്ന ആളാണ് മെഹബൂബ്. അതെ, മെഹബൂബിനെ പറ്റി ചെറിയ കഥയുണ്ട്. മെഹബൂബ് ഇടക്കിടക്ക് ഇങ്ങനെ ആൾക്കാരുടെ കൂട്ടത്തിലൊരു പാട്ട് പാടും, എവിടെയും പാടും. മെഹബൂബിന് അങ്ങനെ സ്റ്റേജ് വേണമെന്നില്ല. ഇങ്ങനെ ഒരിക്കൽ പാടിക്കൊണ്ടിരുന്നപ്പോൾ മെഹബൂബ് ഈ മെഹബൂബിന്റെ പാട്ടുകൾ മാത്രമേ പുള്ളി പാടുന്നുള്ളൂ. അപ്പോൾ ആരോ ഒരാൾ ചോദിച്ചു, പരിചയമില്ലാത്ത സ്ഥലത്താണ് പുള്ളി പാടുന്നത്, ചോദിച്ചു നിങ്ങളെന്താ യേശുദാസിന്റെയും കമ്മകറുടെയും ഒന്നും പാട്ട് പാടാത്തത്? അവരൊന്നും പാടാൻ എനിക്ക് അറിയില്ല, മെഹബൂബിന്റെ പാട്ട് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. എന്താ, ഞാനാണ് മെഹബൂബ്. പക്ഷേ മെഹബൂബ് അദ്ദേഹത്തിന്റെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട പാട്ട് ഉള്ളിൽ കടന്നു കല കൊള്ളയടിക്കും നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ആടാനും വരില്ലന പാടാനും വരില്ലന പാടത്തെ പച്ചക്കിളിയേ ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. നീയല്ലാതാരുണ്ട് എന്നോട് കത്തെഴുതാൻ നിത്യം നിത്യം കത്തെഴുതാൻ. അങ്ങനെയല്ല, കിട്ടില്ല. ഇപ്പൊ ഒരുപാട് പേര് മറ്റേ സിത്താരൊക്കെ പാടി. ശരിയാ, എനിക്ക് പാടാനും അറിഞ്ഞൂടെ, അത്രേ ഉള്ളൂ. കണ്ടമ്പ ചോട്ടിലെ മറ്റേ പാട്ട് ഓർമ്മയില്ല, നീലി സാലി എന്ന് പറഞ്ഞ പടത്തിന്റെ കഥയായിരുന്നു. നീലിയും സാലിയും പിന്നെ വില്ലനും ഉണ്ട്. ബഹദൂർ ഖാൻ ഹീറോ, BS സരോജ മറ്റെയാണ് ഹീറോയും, SP പിള്ള വില്ല. ഉദയാട് സിനിമ. ഉദയാട് സിനിമ അന്ന് ഫ്ലോപ്പാണ്, പക്ഷെ അത് ഭയങ്കര അത്ഭുതം. ഞാൻ കണ്ടിട്ടുണ്ട് സിനിമ. അത് അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര റെവല്യൂഷണറി സിനിമയല്ലേ. ഫാമിലിസും സത്യനും ഒക്കെ ഉള്ള സമയത്താണ് ഈ എന്തുവരെ വെച്ച് പാടും എടുത്തത്. അതും ലവ് സ്റ്റോറി. വേറെ പാട്ടുകളൊക്കെ ഉണ്ട്, ഒരുപാട് പാട്ടുണ്ട്. നല്ല പാട്ട്. നോട്ടക്കണ്ണിട്ട് നോക്കും വീട്ടിലെന്ത് വർത്താനം കാക്കേ പൂവാലനായി ഓട്ടക്കണ്ണിട്ട് നോക്കും കാക്കേ വീട്ടിലെന്ത് വർത്താനം കാക്കേ. ബാബുക്കയുടെ ആദ്യത്തെ കവാലി നമുക്ക് വേണമെങ്കിൽ പാടാം. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ട്
ഒരു ഒരു ഫുൾ സ്ട്രക്ചറുള്ള സസ്പെൻസ് ഡിറ്റക്റ്റീവ് കഥ. ഭയങ്കര അത്ഭുതമാണ്. അന്നൊക്കെ ഞാനൊരു വൈക്കത്തഷ്ടമിക്ക് ആ സിനിമ കാണാൻ പോയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ കൂടെ ഞാൻ പോകുന്നത്. വൈക്കത്തഷ്ടമിക്ക് നമുക്ക് പോകാൻ വഴിയില്ല. പക്ഷേ അഷ്ടമി കണ്ട് ഈ സിനിമ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്, കറുത്ത കൈ. എന്നിട്ട് ഞാനും ഈ കൂട്ടുകാരനും കൂടെ കറുത്ത കൈയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സ്കൂളിൽ ഇന്റർവെൽ സമയത്ത്. ഞാൻ മറ്റേ നസീറിന്റെയും മറ്റേ ഓടിച്ചിട്ടും ഒക്കെ അങ്ങനെ എന്തോ അവിടെ തിക്കുറിശി അറിയണം. മറ്റേ സാധനം എടുത്ത് മാറ്റുമ്പോൾ ഇപ്പോഴൊക്കെ നമുക്കറിയാം ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ. പണ്ടൊന്നും മനസ്സിലായിട്ടില്ല. കെ പി എമ്മറും മറ്റേ ഇത് വെച്ച് വന്ന പോലെ പക്ഷെ അന്ന് ഉമ്മക്കാരെ മനസ്സിലായില്ല, നമുക്ക് ആർക്കും ഓർമ്മയില്ല. ഞെട്ടിപ്പോയി. ഉമ്മ സിനിമ മെഹബൂബ. ഈ ബഹദൂർക്കയും സച്ചു ആണെന്ന് തോന്നുന്നു. ഒരാൾ അല്ല, അത് സിനിമ ഏതാണ്? ബഹദൂർക്ക് സച്ചുവായിട്ട് അഭിനയിക്കുന്ന പടം ഇനി എന്റെ സ്കൂൾ മാസ്റ്റർ. എന്ത് വേണം ഒരു ഹീറോയിൻ പടമാണ്. നമ്മൾ സുബൈദയുടെ മകളായിട്ടാണ് സച്ചു അഭിനയിക്കുന്നത്. അപ്പൊ അത് പ്രേമനവാസ് സാർ അഭിനയിക്കുന്നത്. അതിനകത്ത് ഓപ്പോസിറ്റിൽ നല്ലനാരിൻ തീരത്ത് അങ്ങോരത്ത് എനിക്ക് ട്യൂണ് കിട്ടുന്നില്ല. ആ ട്യൂൺ ആ പടം തന്നെ ഫിലോമിന വലിയ റോൾ ചെയ്തത്. ഓ ശരി. ഫിലോമിന വലിയ റോൾ. അതിനകത്ത് എസ് എ ഫരീദാണ് ഇവരെ എടുത്തു പറഞ്ഞ ഫിലോമിന ഭർത്താവ്. എസ് എ ഫരീദാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന ഒരാളാണ്. ഈ സിനിമ നല്ല രസമുണ്ട്. മറ്റേ പാട്ടൊക്കെ പാടി അന്ന് സച്ചു ചെറിയ സ്ത്രീ. പ്രേംനവാസ് ആണ് ഹീറോ. സുബൈദ വേറെ മസാറില്ലേ ഹീറോ. കണ്ടം വെച്ച സുബൈദ മറ്റേ പാട്ടില്ലേ, അതും ബാബുരാജാണ്. ഖദീജ കൺമണി അത് കുട്ടിക്കുപ്പായ. കുട്ടിക്കുപ്പായത്തിലാണ് പൊന്മളയില്ലെങ്കിലും. ഇത് സുബൈദയുടെ പാട്ട് കൺമണി നീയൻ ഇത് പൊന്മളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും കുട്ടിക്കുപ്പായ. സുബൈദയുടെ പാട്ടേതാ? മുഹമ്മദ് സാർ പാടുന്ന പാട്ട് അല്ലാഹുവേ തന്നെ മറക്കില്ല. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും അല്ലാഹു വെച്ചതാം അല്ലലും ഭയങ്കര ഫിലോസഫിയാണ്. അല്ലാഹു വെച്ചതാം അല്ലലും അല്ലാഹുവെ തന്നെ മറക്കില്ലേ, എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞാൽ സ്വർലോകത്തിനെ വെറുക്കി നമ്മൾ സ്വർലോകത്തിനെ വെറുക്കി. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ തുടമെന്നും ദേവരാജ മാഷ്. സൂപ്പർ പാട്ടുകളല്ലേ? അയ്യോ എല്ലാം സൂപ്പർ ഹിറ്റാണ്. ഓ അന്ന് ആ പാട്ട് പാടാത്തവരുണ്ടോ? അന്ന് ഒരു വിധത്തിൽ ആൾക്കാരെ കിട്ടൂല. സ്വർണ്ണത്താമരയിതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലകനീ, ആരുടെ സ്വയംവര കന്യകനീ. സ്വർണ്ണത്താമരയിതളിലുറങ്ങും കൺവത പോവന കന്യകേ, ആരുടെ അനുരാഗമല്ലികനീ, ആരുടെ സ്വയംവര കന്യകനീ. വേറെ ഒരു പാട്ടുണ്ടായിരുന്നു. ശംഖുപുഷ്പം പുഷ്പം കണ്ണെഴുതുമ്പോൾ ഉച്ചകുണ്ടലേ നിന്നെയോ മവരും ശാരദ സന്ധ്യകൾ മലപുരി നൊറിയുമ്പോൾ ശകുന്തലേ നിന്നെയോ മവരും ശകുന്തലേ
പറഞ്ഞേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ ആരോടും പോയി പറയരുതീ കരമാനേ പുള്ളിമാനേ മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ ആരോടും പോയി പറയരുതീ കരമാനേ പുള്ളിമാനേ. ഈ മമ്മൂക്കാരെ അറിയാത്ത കാര്യം പറയാം. ജയൻ നല്ല അസലായിട്ട് പാടുന്ന ഒരാളാണ്. ഞാൻ പഠിക്കൂ. ജയന്റെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. ആദ്യകരണങ്ങളിൽ എനിക്ക് മധുസാറിന് ഞാൻ ആരാധന പണ്ടേ. മധുസാറിന്റെ പാട്ടുകൾക്ക് എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വരും. മധുസാറിന്റെ അന്നത്തെ കാലത്തെ ഒരു പാട്ടുണ്ട് ആദ്യകരണങ്ങളിൽ, ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാരാജ പോലൊരു പിള്ള. മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാരാജ പോലൊരു പിള്ള. ഇളങ്കാലടിച്ച നേരം അവൻ കാട്ടിച്ചു കണ്ടു. ഇളങ്കാലടിച്ച നേരം അവൻ ഉള്ളാട്ടിച്ചു കണ്ടു. വളരെ ഒട്ടും മറന്നുപോകേണ്ട പോരാത്തൊരു പാട്ടുണ്ട്. അത് ഭാർഗവി നിലയം തന്നെ ഒരു ടോപ്പിക് ആക്കുന്നത്. റിപ്പീറ്റേഷൻ വിഷയം അതെ, ആവർത്തനങ്ങളില്ല. ആദ്യത്തെ പിന്നെ അവസാനം മാത്രമേ അവസാനം തുടങ്ങി അങ്ങനെ തീരുള്ളൂ. ബാക്കിയെല്ലാം ഒറ്റടി. അല്ല അതിന് കയറി 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 പോണം. അതില് എല്ലാ പാട്ടും സൂപ്പർ. അനുരാഗമധുചഷകം അറിയാതെ മൂടി വന്ന മധുവാസകലമല്ലോ. ഞാനൊരു മധുവാസകലമല്ലോ. അനുരാഗമധുചഷകം അറിയാതെ മൂടി വന്ന മധുവാസകലമല്ലോ. ഞാനൊരു മധുവാസകലമല്ലോ. ഏകാന്തതയുടെ അപാരതീരം. ഏകാന്തതയുടെ അപാരതീരം. മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാരാജ പോലൊരു പിള്ള. മലമൂട്ടിൽ നിന്നൊരു മാപ്പിള മാരാജ പോലൊരു പിള്ള. ഇളങ്കാലടിച്ച നേരം. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ആരുടെ അനുരാഗമല്ലിക നീ ആരുടെ